കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. രാവിലെ വാകച്ചാർത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന ശേഷം വിളക്കുകൾ കെടുത്തി. ഇതോടൊപ്പം അക്കരെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചു. നമ്പീശൻ, വാരിയർ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിന്റെ 4 തൂണുകൾ കടപുഴക്കിയെടുത്ത് തിരുവഞ്ചിറയിൽ നിക്ഷേപിച്ചു. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എന്തൊക്കെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്? വീണ, ഇപ്പോൾ തൃക്കലശാട്ടിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. രാവിലെ തന്നെ ഇന്ന് നമുക്കറിയാം ഏതാണ്ട് 1 മാസത്തോളം നീണ്ടുനിന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് പരിസമാപ്തി ആകുകയാണ്. രാവിലെ തന്നെ വാകച്ചാർത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഈ തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന ശേഷം വിളക്കുകളൊക്കെ തന്നെ കെടുത്തി. ഇതോടൊപ്പം അക്കരെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചിട്ടുണ്ട്. അതിനോട് ശേഷമാണ് ഈ തൃക്കലശാട്ടിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. മാത്രമല്ല, നമുക്കറിയാം ഈ അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നത് ഇവിടെ താൽക്കാലിക ശ്രീകോവിൽ മാത്രമാണ് ഉള്ളത്. ഈ താൽക്കാലിക ശ്രീകോവിൽ അവർ കടപുഴക്കിയെടുത്ത് ഈ തിരുവഞ്ചിറ എന്ന് പറയുന്ന ഈ ശ്രീകോവിലിന് ചുറ്റുമുള്ള തിരുവഞ്ചിറയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു തൃക്കലശാട്ടിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂജാകർമ്മങ്ങൾക്ക് ശേഷം ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിലും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ പ്രധാന തന്ത്രിയുടെ പൂർണ്ണ പുഷ്പാഞ്ജലിയും നടക്കുന്നുണ്ട്. ഈ പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ തീർത്ഥവും പ്രസാദവും നൽകുന്ന ഒരു ചടങ്ങുണ്ട്. ആടിയ കളഭവും ഇതോടൊപ്പം നൽകുന്നുണ്ട്. മാത്രമല്ല, ഏതാണ്ട് നമുക്കറിയാം 1 മാസം നീണ്ടു നിന്ന ഈ ഒരു വൈശാഖ മഹോത്സവത്തിന് ഇവിടെ നിന്ന് തിരിച്ച് മുതിരേരി കാവിലേക്ക് വാള് തിരിച്ചു പോകുന്നതോടുകൂടിയാണ് ആ ചടങ്ങുകൾ പൂർണ്ണമായും സമാപിക്കുക. ആ ചടങ്ങുകൾ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് മുതിരേരി വാൾ തിരിച്ച് മുതിരേരി കാവിലേക്ക് പോവുകയായിരിക്കും ചെയ്യുക. അതോടുകൂടി ഈ വർഷത്തെ ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പൂർത്തിയാകും. വീണ്ടും ഒരു 11 മാസത്തെ കാത്തിരിപ്പാണ് ഈ ഒരു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഉണ്ടാവുക. വീണ. ഓക്കെ, ശരി മിഥുൻ.